ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത്. 10-25 കൊല്ലം ജീവിച്ച സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു അതിഥിയെ പോലെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ പകുതിയെ ഞാൻ ജീവിച്ചു തീർത്തത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ. ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ മാറേണ്ട സമയത്ത് മാറിക്കൊടുക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ എല്ലാം നാശാകൂശാവും. ഈ ചിത്രമെല്ലാം ഞാൻ മുമ്പെപ്പോഴോ വരച്ചതാണ് കേട്ടോ. മുമ്പ് കാർട്ടൂൺ നെറ്റ്വർക്കിലുണ്ടായ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം. ഒപ്പായി ഡൂബിഡു ഒരു പേടിത്തൊണ്ട നായിയാണ്. ടോമിനെയും ജെറീനെയും എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇല്ലത് റിച്ച് അവന്റെ ഡോഗാണ് കേട്ടോ അടുത്തുള്ളത്. ടോം ആൻഡ് ജെറി ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഇതിൽ ഏതെങ്കിലും ഒരു കാർട്ടൂൺ നിങ്ങളെ ഫേവറേറ്റ് ആയിരുന്നെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് അടിഞ്ഞൂൺ കല്യാണം എന്ന സിനിമ കണ്ടിട്ടുണ്ടാ? ആ സിനിമയിൽ ഉർവശിയുടെ കുഞ്ഞി കുപ്പായവും പിന്നെ ഒരു ചെറിയ ബ്രഷും ഇത് ഞാൻ മാങ്ങ എറിഞ്ഞ കല്ലാണെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കല്ലെല്ലാം എടുത്ത് കാണിക്കുന്ന ഒരു പെട്ടിയുണ്ട്. ഉർവശിയിലല്ല, ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പഴയ കുറച്ച് ഫേവറേറ്റ് ആയ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചൊരു പെട്ടിയാണ്. അതുപോലത്തെ ഒരു പെട്ടി എൻ്റെ വീട്ടിലുണ്ട് ഗൈസ്. നമുക്കതൊന്ന് നോക്കാം. ഇതിന്റെ കൈയെല്ലാം കണ്ടോ പൊട്ടിയിട്ടാന്നില്ലത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ പേപ്പറിനുള്ളിലുള്ളത് ഒരു പഴയ ഫോട്ടോയാണ്. ഒരു ഫോട്ടോ അല്ല, 2 ഫോട്ടോ ഉണ്ട്. ഇതിലൊന്ന് ഞാൻ, മറ്റേത് ഊഞ്ഞാലിരിക്കുന്നത് അനിയൻ. പിന്നെ ഇതെനിക്ക് സൗമ്യ തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടാ. ഇതിന്റെ മുകളിൽ ഓൾ പേര് എഴുതിയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിന്. നമ്മ ഈ ക്രിസ്മസ് ഫ്രണ്ട് എല്ലാക്കൂലേ, അങ്ങനെ ഓൾ എനിക്ക് തന്നതാണ്. പിന്നെ കുറേ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട്. മുമ്പ് എല്ലാ ന്യൂ ഇയറിനും മറക്കാതെ ഗ്രീറ്റിംഗ് കാർഡ് അയച്ചത് എൻ്റെ ഇളമയായിരുന്നു കേട്ടാ, ഗീതളേമ. ഇപ്പം അയക്കലൊന്നുമില്ല, മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇളമ തന്ന കുറേ കാർഡെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. നമ്മൾ ഈ കല്യാണത്തിന്റെ ക്ഷണക്കത്തിൽ ഉണ്ടാവില്ലേ, അതിൽ ബർത്ത്ഡേ കാർഡാക്കിയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ശരണ്യ എന്നതാണ് ഇത്. ശരണ്യ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുമെന്നറിയാം. ആ കമന്റിനെ ഞാൻ ഇപ്പോഴേ സ്വാഗതം ചെയ്യും. പിന്നെ കുറേ കത്തുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് നോക്കാം, വായിക്കൊന്നുമില്ല. ഇതിൽ ആദ്യം കാണുന്നത് കാവ്യ തന്ന ഒരു ലെറ്റർ എന്ന് പറയാൻ പറ്റൂല, ഡയലോഗെല്ലാം എഴുതിയിട്ട് ഒരു പേപ്പറിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇതാര് തന്നതാന്ന് അറിയില്ല കേട്ടാ, പേര് കാണുന്നില്ല. മായ തന്നൊരു എസ്സേ കിട്ടിയിട്ടുണ്ട്. മായ, കാവ്യ, ശരണ്യ, ആതിര ഇവരെല്ലാം എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സ് ഒന്നും അല്ല കേട്ടാ. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ നമുക്ക്, ഒരേ പ്രായക്കാരല്ലാത്തവര്, അവരാന്ന് കേട്ടോ ഇതെല്ലാം തന്നത്. അപ്പോൾ ഇതാ വീണ്ടും മായ. ഇതിൽ ജാക്സ്മാന്ന് എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങളെ ഗ്യാങ്ങിന്റെ മുമ്പത്തെ പേരാണ്. ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, അവരായിരുന്നു കേട്ടോ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആൾക്കാർ. ജാക്സ്മ എന്ന ആ ടീമിന്റെ പേര് ഞങ്ങളെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ഒരു കാലം. ഇട്ടി പൊട്ടിച്ച ലെറ്റർ എൻ്റെ കസിൻ സിസ്റ്റർ തന്നതാണ്, വിനീത വിജയൻ. നമ്മ മോളൂന്ന് വിളിക്കും. ഇതാ പിന്നെയും മായ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. എന്നിട്ടാണ് ഓളിങ്ങനെ ചറവറ കത്തുകൾ ഇടുന്നത്. ഇതിന്റെ ബാക്ക് ഭാഗത്ത് 2 നിൽക്കുന്ന ചിത്രമെല്ലാം വരച്ചിട്ടുണ്ട്. ലെറ്റർ വായിച്ചാൽ ഭയങ്കര കോമഡി ആയിരിക്കും. പ്രിയപ്പെട്ട ചോച്ചിക്ക് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നത്തെ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ, ഇത് വെറുതെ അതിൽ പൊന്നു മോളു അങ്ങനെ എന്തെല്ലാം എഴുതി വെച്ചു. പിന്നെ ഞാൻ 10ൽ പഠിക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായ കാവ്യ തന്നൊരു ലെറ്ററാണ്. പിന്നെ ചെറിയൊരു മിനി ബുക്കും. ഇത്രയാണ് എൻ്റെ ഫ്രണ്ട്സ് തന്ന ലെറ്റർ എന്ന് പറയാനുള്ളത്. ഇനി അടുത്തത് അമ്മയുടെ പഴയ ഒരു പേഴ്സിൽ കുറേ മുമ്പത്തെ നാണയങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അമ്മ എടുത്ത് വെച്ചതാണ് കേട്ടാ, ഞാൻ എടുത്ത് വെച്ചല്ല. ഈ കോയിൻസിന്റെ ഒരു പാറ്റേൺ കണ്ടോ? ഇതെല്ലാം എത്രേന്റെ കോയിൻസ് ആണെന്ന് അറിയുന്നില്ല കേട്ടോ, എല്ലാം മാഞ്ഞു തേഞ്ഞ് പോയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ഈ പഴയ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പേ അങ്ങനെയാണ്, ഒന്നും കളയൂല, എല്ലാം പെട്ടിയിൽ വെച്ച് പൂട്ടും. ഇനി അടുത്തത് എല്ലാവരെയും ഫേവറേറ്റ് ആയ ഓട്ടോഗ്രാഫ്. മമ്മൂട്ടി സിനിമയെ മറന്നാലും യേശുദാസ് പാട്ടിനെ മറന്നാലും നീ എന്നെയും മറക്കരുത്. അപ്പോൾ ഭയങ്കരം തന്നെ. അങ്ങനെ കുറേ കടിച്ചാ പൊട്ടാത്ത ഡയലോഗെല്ലാം കുറേ ആൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ആ ഒരു സമയത്തെ ഒരു അതന്നെ. പിന്നെയും മായ തന്ന ഒരു ന്യൂ ഇയർ കാർഡ്. ഡയലോഗെല്ലാം മായായിരുന്നോ കട്ടെടുത്തിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലാതെ ഓളെ ഭാവനയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഉദിക്കൂല. പിന്നെ ഈ ഒരു കവറിൽ എന്താപ്പില്ലേ നമുക്ക് നോക്കാം. നമ്മളെ മോനിട്ടൻ്റെ കുഞ്ഞു ഫോട്ടോ ഒന്നുണ്ട്. പിന്നെ ഒരു ഹെൽത്ത് കാർഡ് ഉണ്ട്. ഹെൽത്ത് കാർഡ് തന്നെയല്ലേ അപ്പം? അതെ, ഹെൽത്ത് കാർഡ് തന്നെയാണ്. എൻ്റെ ആണ് കേട്ടാ. ഈ പോളിയോ തുള്ളിമരുന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എടുക്കൂലേ, അതിൻ്റെ ഒരു കാർഡ്. ഞാൻ ജനിച്ച സമയത്ത് ഒരു 5 വയസ്സ് വരെയാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു കാർഡാണ്. എൻ്റെ പേരുണ്ട് ശരണ്യ, പെൺകുട്ടി എൻ്റെ തന്നെയാണ് കേട്ടാ. എൻ്റെ പഴയ ഒരു ഫോട്ടോ, മുഖമൊന്നും കാണുന്നില്ല. ഫോട്ടോ എടുക്കുന്ന സമയത്ത് അമ്മ എന്നെ ചിരിപ്പിക്കുന്നതാണ് കേട്ടാ. അമ്മയുടെ മുഖം കുറച്ച് വന്നിട്ടുണ്ട് ഇതിൽ, ഇതാക്കണ്ടോ. ഇതെൻ്റെ കസിൻസാണ് കേട്ടാ, അവരുടെ പഴയ ഒരു ഫോട്ടോയും ഉണ്ട് എൻ്റെ ഒന്നിച്ച്. ഇത്രയും സാധനമാണ് ഈ ഒരു കവറിലുണ്ടായത്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതെൻ്റെ സ്കൂൾ ഫോട്ടോ ആയിരിക്കും എന്നല്ലേ? എന്നാലല്ല, ഇത് എൻ്റെ അമ്മയുടെ സ്കൂൾ ഫോട്ടോയാണ്. ഇതാണ് എൻ്റെ അമ്മ. ചെരുപ്പൊന്നും ഇട്ടിട്ടാട്ടോ, പാവ അമ്മ. ചെരുപ്പൊന്നും ഇല്ലാതെയാന്ന് തോന്നുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടുണ്ടായത്. ഇത് ശരത്തിൻ്റെ കുറച്ച് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്. ഓൻ ചാമ്പ്യനായൊരു കാലം ഉണ്ടായിരുന്നു നമ്മളെ സ്കൂളിൽ. അത് അന്ത കാലം. അതിലേക്കൊന്നും നമ്മൾ അധികം പോകുന്നില്ല. നമുക്ക് അടുത്ത എന്താന്ന് നോക്കാം. കാവ്യ ഒരു ബർത്ത്ഡേ കാർഡാക്കി തന്നിട്ടുണ്ട്. ഇതും കല്യാണത്തിന്റെ ആ ക്ഷണക്കത്ത് വെച്ചിട്ട് ആക്കിയൊരു ബർത്ത്ഡേ കാർഡാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ആ എഴുതി വെച്ചൊരു ഭാഗത്ത് പേപ്പറെല്ലാം വെച്ചൊട്ടിച്ചിട്ട് എന്തെല്ലോ മാതിരി ഡെക്കറേഷൻ എല്ലാം ആക്കിയിട്ട് എഴുതിയതാണ്. ലവിൻ്റെ ഒരു സിമ്പലെല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ ഫോട്ടോ ബുക്കാണ്. ഇതിൽ കാവ്യ, മായ,
പിന്നെ നീതു. ഈ മൂന്നാൾക്കാരെ ഫോട്ടോ മാത്രമേ ഇല്ലല്ലോ. ഫോട്ടോസ് എല്ലാം ബ്ലറാണ്, എല്ലാം പോയിട്ടാ. പിന്നെ ഇതാ ഒരു കീ ചെയിൻ ഉണ്ട്, ഒരു ഫ്ലവർ ഉണ്ട്. ഇതാ പിന്നെയും ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ എഗെയിൻ മായ ഒരു സംഭവം തന്നെ. മായയും ഞാനും സ്കൂളിലുള്ള സമയം ഒഴിച്ചിട്ട് ബാക്കിയുള്ള സമയം എപ്പോഴും ഒന്നും തന്നെയാണ് ഉണ്ടാവില്ല. അപ്പം നമുക്കിങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര കഥ ഉണ്ടാവും. മെഗാ എപ്പിസോഡ് തീരാ കഥ അങ്ങനെയല്ലാന്ന് നമ്മളെ പറയല്. പിന്നെയും ഇതാ കാവ്യ, തുപ്പൽ റാണി. അവൾ പറയുമ്പോൾ ഇങ്ങനെ തുപ്പൽ തെറിക്കും. അപ്പോൾ നമ്മൾ തുപ്പൽ റാണി എന്ന് വിളിക്കോളാം. ഇപ്പം അല്ലാട്ടാ, മുമ്പ്. സൗമ്യ 10ലുണ്ടായ എൻ്റെ വേറൊരു ബെസ്റ്റിയാണ്. ഇതാ വീണ്ടും കാവ്യ. 2 കാവ്യ ഉണ്ട് കേട്ടാ. ഈ കാവ്യ 10ൽ എൻ്റെ ഒന്നിച്ച് പഠിച്ച എൻ്റെ ബെസ്റ്റിയാണ്. ഓള് ചെറുതായിട്ട് ചിത്രമെല്ലാം വരക്കും. ആ ക്ലാസ്സിൽ നിന്ന് ഫ്രീ ടൈമെല്ലാം അവളിങ്ങനെ വെറുതെ ബുക്കിലെല്ലാം ചിത്രമെല്ലാം വരച്ചിട്ട് നമുക്ക് കാട്ടിക്കലുണ്ടായി. പിന്നെ ഒരു ക്രിസ്മസിൻ്റെ കാർഡുണ്ട്, ഗ്രീറ്റിങ്സ്. ഇത് തുറക്കാൻ പറ്റുന്നില്ല, ആരും എഴുതിയതെന്ന് അറിയുന്നില്ല. അടുത്തത് അമ്മു തന്നൊരു ഗ്രീറ്റിങ്സ് ഉണ്ട്. അമ്മു ആതിര ഒരു എസ്സേ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കവർ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇത് ഞാൻ 5ൽ പഠിക്കുന്ന സമയത്ത് നവോദയയിലേക്കില്ല പ്രവേശന പരീക്ഷയുടെ ഭാഗമായിട്ട് മേടിച്ചൊരു ബുക്കാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് തന്നെ ഉണ്ട് കേട്ടോ. അതാ എക്സാം എഴുതിയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടാ, തോറ്റ് തൊപ്പിയിട്ടു ഗൈസ്. അടുത്തത് ഒരു ഫയലിൽ കുറച്ച് ആൻസർ ഷീറ്റെല്ലാം ഉണ്ട്. ഇതിൽ എൻ്റെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഇതെല്ലാം അനിയൻ്റെയാണ് കേട്ടാ. എൻ്റെ ഉണ്ടോന്ന്. ഇതാ 9 മാർക്ക്, 25ൽ 9. ഇതൊന്നേ ഇല്ലോ, 5ലത്തെയാണ് കേട്ടാ, ക്ലാസ് 5A. എല്ലാം എടുത്തതുപോലെ തന്നെ തിരിച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഹെൽത്ത് കാർഡ് കാണുന്നുണ്ടല്ലോ, ഇത് ശരത്തിൻ്റെ ആയിരിക്കും കേട്ടാ, അനിയൻ്റേത്. പിന്നെ ഇതാ ഈ ഒരു ബുക്കില്ലേ, ഇത് ഞങ്ങൾ 2019 ജാർഖണ്ഡിലേക്ക് പോയിട്ടാകുമ്പോൾ ആടെ നിന്ന് കിട്ടിയൊരു ബുക്കാണ്. ആടെ നമ്മൾ ഏകദേശം ഒരു 8 ദിവസത്തോളം ഉണ്ടായിന്. തിരിച്ച് നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ 4 ദിവസം. അപ്പോൾ ട്രെയിനിലത്തെ അനുഭവങ്ങളും അവിടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അനുഭവക്കുറിപ്പ് ഞാൻ എഴുതിയിട്ടുണ്ടായി. ആ ഒരു അനുഭവക്കുറിപ്പാണ് ഇത്. ലൈഫിൽ ഒരിക്കലും മറക്കാത്ത നല്ല നല്ല അനുഭവങ്ങൾ ആ ഒരു ട്രിപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ശരത്തിൻ്റെ പഴയ ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇതിൽ ശരത്തിൻ്റെ നല്ല വെറൈറ്റി ചിത്രങ്ങളുണ്ട്. ഇതാ ഒരാൾക്ക് കൈയുണ്ട്, ഒരാൾക്ക് കൈയില്ല. കാലെന്ത് അരിവാള. ഒരു പാട്ട് ബുക്ക്, പഴയകാല സിനിമാ ഗാനങ്ങളാണ്. പഴയൊരു ഡയറി കിട്ടിയിട്ടുണ്ട്, വർഷം 1989. ഞാനൊരു കാര്യം പറയാം, അമ്മയോട് പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞ കോഴി ഇറച്ചി അപ്പുറത്തെ വീട്ടിൽ അമ്മ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് രാജൻ എന്നോട് ഇപ്പം പറഞ്ഞു. ദയവായി അമ്മയോട് പറയരുത്. ഡയറിയിൽ എന്തെല്ലോ എഴുതിയിട്ടുണ്ട് കേട്ടാ, ഒന്നും മനസ്സിലാവുന്നില്ല. മലയാളമാണോ ഇംഗ്ലീഷാണോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അമ്മയുടെ മുമ്പേത്തെ ഒരു പേഴ്സിൽ അച്ഛൻ്റെ പഴയ ഫോട്ടോ കണ്ടു. ഇത് പാസ്ബുക്കാണ്, ബാലസഭയിലത്തെ പാസ്ബുക്ക് പഴയത്. പിന്നെ 2-3 കവറിൽ വേണ്ടാത്ത കുറച്ച് പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇതെൻ്റെ പഴയ ഒരു ഡയറിയാണ്. ഇതിൽ ആദ്യം ഒരു ലെറ്റർ ഉണ്ട്, ഇതായിരുന്നു നോക്കട്ടെ. ഇതെനിക്ക് ആതിര തന്ന ലെറ്ററാണ് കേട്ടോ. ആതിര വയനാട്ടിലാണ്, ഞാനും ഓളും ഒന്നിച്ച് കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിരുന്നു ആതിര. ഡയറീൻ്റെ ഉള്ളിൽ നിന്ന് 2 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, കാവ്യ, ധന്യ. പിന്നെ ഈ ഒരു സംഭവം, ഇത് ജോത്സ്യരെ കയ്യിലെല്ലാം കാണുന്ന ഒരു സാധനമല്ലേ. ഇതെല്ലാം എന്തിനാണ് ഇപ്പം അമ്മ എടുത്തു വെച്ചത്? EMSൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഒരു ഫയലിൽ അമ്മയുടെ കുറേ സർട്ടിഫിക്കറ്റാണ് ഉള്ളത്. രാജി ഫോക്ക് ഡാൻസ് 1999. പിന്നെ 98ലത്തെ അതും ഫോക്ക് ഡാൻസ് തന്നെ, അമ്മയുടെ തന്നെയാണ്. ഓ, എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും കണ്ടല്ലോ ഈശ്വര. നാടൻ പാട്ട് C ഗ്രേഡ്. എഗെയിൻ അമ്മ 2008. ഇതും അമ്മയുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്, ഇതും അമ്മയുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഒരു പേപ്പർ ഉണ്ട്, അത് എപ്പോഴത്തെ പേപ്പറാണെന്ന് നോക്കാം. 1996 ജനുവരിയിലത്തെ ഒരു പേപ്പറാണ്. ഇത് എന്തിനെടുത്ത് വെച്ചൊന്നൊന്നും അറിയില്ല. അങ്ങനെ ഈ പെട്ടിയിലത്തെ സാധനങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ടായ പോലെ തന്നെ ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയോ എന്നൊരു സംശയം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.